ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു പേസ്ട്രി ഐറ്റമാണ് തയ്യാറാക്കുന്നത്. ഡാനിഷ് പേസ്ട്രി വിത്ത് കസ്റ്റർഡ് ഫില്ലിംഗ്. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു പേസ്ട്രി ഐറ്റം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന ഡാനിഷ് പേസ്ട്രി വിത്ത് കസ്റ്റർഡ് ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഡാനിഷ് പേസ്ട്രി തയ്യാറാക്കിയെടുക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് പഫ് പേസ്ട്രി ഷീറ്റാണ് വേണ്ടിയത്. ഇത് ഹോം മെയ്ഡായിട്ട് ഹോം മെയ്ഡ് പഫ് പേസ്ട്രി ഷീറ്റിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ഒന്ന് പോയി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇനി ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ കസ്റ്റർഡ് ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി അടുപ്പിൽ ഒരു പാൻ വെച്ച് പാൻ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ശേഷം 1/4 കപ്പ് പാലിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പാലിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു ക്രീം പരുവത്തിലായി കിട്ടും. കസ്റ്റർഡ് മിക്സ് ചേർത്തതിന് ശേഷം കൈ എടുക്കാതെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കിനും 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് പരുവത്തിലായി കിട്ടും. തയ്യാറാക്കിയ കസ്റ്റർഡ് ക്രീം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് തണുക്കാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ച പേസ്ട്രി ഷീറ്റ് നന്നായി പരത്തിയെടുക്കാം. അതിനായി അല്പം മൈദ അതിൻ്റെ മുകളിലായി വിതറി നന്നായി പരത്തിയെടുക്കാം. നന്നായി പരത്തി എടുത്തതിന് ശേഷം ഈക്വൽ ഡിസ്റ്റൻസിൽ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 4 ഇഞ്ച് അളവിലാണ് എല്ലാം കട്ട് ചെയ്തിരിക്കുന്നത്. ഈ 4 ഇഞ്ച് അളവിൽ കട്ട് ചെയ്തതിന് 2 ഇഞ്ച് വെച്ച് വീണ്ടും നടുവേന്ന് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട വിധം നന്നായി മനസ്സിലാക്കി കിട്ടും. ശേഷം 2 ഇഞ്ച് അളവിൽ കട്ട് ചെയ്തതിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ നോസിലിൻ്റെ വട്ടം വെച്ച് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്തതിന് ശേഷം അല്പം വെള്ളം ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി വെക്കണം. ബേക്ക് ചെയ്തതിന് ശേഷം ഈ ഹോളിൻ്റെ അകത്താണ് നമ്മൾ കസ്റ്റർഡ് ഫില്ലിങ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായി എഗ് വാഷോ മിൽക്ക് വാഷോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ബേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു ഗോൾഡൻ കളർ നമുക്ക് ഇതിൽ കിട്ടാനാണ്. ഇതുപോലെ ചെയ്ത് കിട്ടും. നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബേക്ക് ചെയ്യുമ്പോഴത്തേക്കിനും 230 ഡിഗ്രിയിൽ പ്രീഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 230 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. 230 ഡിഗ്രിയിൽ കറക്റ്റ് ടെമ്പറേച്ചറാണ്. അതിൽ തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. പഫ് പേസ്ട്രി ഡോ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്ത് ഫോൾഡിംഗ് മെത്തേഡുകളാണ്. ആ ഫോൾഡിംഗ് മെത്തേഡുകൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ പഫ് പേസ്ട്രീസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പിയും ഫ്ലേക്കി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഞാനിവിടെ പേസ്ട്രി ഷീറ്റ് ബുക്ക് ഫോൾഡിംഗ് മെത്തേഡിലാണ് ചെയ്തെടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു ബുക്കിൻ്റെ ആകൃതിയിലാണ് നമ്മുടെ പഫ്സ് എല്ലാം നല്ല ആയിട്ട് ബേക്കായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഫ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്തതിന് ശേഷം മാത്രമേ കസ്റ്റർഡ് ഫില്ലിങ് അതിൽ വെച്ച് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കസ്റ്റർഡ് ഫില്ലിങ് എല്ലാം മെൽറ്റായി പോവും. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കത് ഫില്ല് ചെയ്ത് കൊടുക്കും. നല്ല ലെയറോട് കൂടി തന്നെ നല്ല ഫ്ലേക്കി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഫ്സാണ് നമുക്കിവിടെ റെഡിയായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മളത് റെസ്റ്റിംഗ് മെത്തേഡാണ് ഏറ്റവും കൂടുതൽ നമുക്കിതിന് ആവശ്യമുള്ളത്. പഫ് പേസ്ട്രിക്കുള്ള ഡോ നന്നായി റെസ്റ്റ് ചെയ്യുകയും വേണം. അതുപോലെ അതിൻ്റെ ഫോൾഡിംഗ് മെത്തേഡും ശ്രദ്ധിക്കുക. നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കസ്റ്റർഡ് ഫില്ലിങ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഹോളിലേക്ക് തയ്യാറാക്കി വെച്ച കസ്റ്റർഡ് ഫില്ലിങ് നമുക്കിതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കസ്റ്റർഡ് ഫില്ലിങ്ങിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കസ്റ്റർഡ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് തന്നെയല്ല, നമുക്ക് ഇതിനകത്ത് ഫ്രഷ് ഫ്രൂട്ട്സ് ആപ്പിള്, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി ഇതെല്ലാം നമുക്ക് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ എളുപ്പം ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റമാണ് ഡാനിഷ് പേസ്ട്രി. എല്ലാ പേസ്ട്രീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ഡാനിഷ് പേസ്ട്രി വിത്ത് കസ്റ്റർഡ് ഫില്ലിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.